വേണ്ട വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറയാൻ നന്നായിട്ട്. എവിടെയാണ് എന്നെ കാണാനില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് കുറേ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കണ്ണും കൂടി തുറക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് പോയിട്ട് കുറച്ച് ഞണ്ടൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞണ്ട് റോസ്റ്റ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. അധികം നേരം വെയിലത്ത് നിൽക്കാനും പറ്റില്ല, എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ തലവേദനയുണ്ട്. നമുക്ക് ഞണ്ട് ഈ പാത്രത്തിലേക്ക് ഇടാം. എന്തെങ്കിലും ജീവനുള്ള ഞണ്ടൊന്നുമല്ല കേട്ടോ. ജീവനുള്ള ഞണ്ടിനൊക്കെ എനിക്ക് ഇനിയിപ്പോൾ കടലോരത്തേക്ക് പോകേണ്ടി വരും. വെള്ളം സ്ലോ ആയല്ലോ. ഓ, ടാങ്കിലില്ലാന്ന് തോന്നുന്നു. മോട്ടർ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം ഇങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കാലുകളൊക്കെ ഇങ്ങനെ കളയാം. ഇങ്ങനെ തൊട്ടാ വരും. എനിക്ക് തമിഴ് വരുന്നു, ഞാൻ എവിടെയാണല്ലോ. നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അത് ഈ തമിഴ് വരുന്നതേ. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഇവിടുത്തെ ഈച്ചകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോവാമോ? അപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. 1 ടീസ്പൂണ് പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം ഇഞ്ചി അത് കട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലി. ഇതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് 4 സബോള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉള്ളി, 2 പച്ചമുളക്. ഇത്ര ഐറ്റംസ് വേണം. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഗ്രേവിയിലേക്ക് ചേർക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ക്യാമറമാൻ കരയുന്നുണ്ട്. കരയല്ലേ പൊന്നോ, കരയല്ലേ? ഇപ്പം ഞാൻ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ഒരു പാത്രം വെളിച്ചെണ്ണയാണ് എടുത്തേക്കണം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. ഇപ്പം ഞാനൊരു എന്താ പറയുക, ഇതിലേക്കൊരു 1 കിലോനാണ് ഈ ക്രാബ് എടുത്തേക്കണത്. ക്രാബ് എന്താ പറയുക, നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇനി അതിൽ ഉപ്പും മുളകൊന്നും നമ്മുടെ സാധാരണ പോലെ ഒന്നും തിരുമ്മിയൊന്നും വെക്കണ്ട. അതൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള മാത്രം ഇട്ടെടുത്താൽ മതി. കരിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി. സബോളയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നൊരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് ചെറുതായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കപ്പോൾ എന്ത് ചെയ്യാം, വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി ഇത് അരച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്.
ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഒരു അരമുടിയും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ പാത്രം കൊണ്ട് തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഈ മസാലകൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കണം കേട്ടോ, അപ്പോൾ നമുക്ക് നല്ലോണം കളറ് കിട്ടും. ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ആ പച്ചമണം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ. ഓക്കെ, തുറക്കുകയാണ്. എന്താ അത് തുറക്കാൻ കിട്ടാത്തേ? ജാമയ. നമുക്കത് തക്കാളി നല്ലോണം അങ്ങോട്ട് വഴറ്റി വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടില്ലേ? ഇതിലേക്ക് നമ്മുടെ ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞണ്ടിലേക്ക് അധികം വെള്ളമൊന്നും വേണ്ട, ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ചിലർക്ക് ഉപ്പ് കൂടുതൽ കുറവൊക്കെ വേണമല്ലോ, അതുകൊണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതൊന്ന് വെന്തോ നോക്കാം. വേണ്ട വെള്ളം ഉണ്ട് കേട്ടോ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. വേവട്ടെ, വെന്തിട്ടില്ല, ഇങ്ങോട്ട് വേവാണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സൂര്യ ക്യാമറമാനാണ്. അപ്പോൾ ഇന്ന് അങ്ങോരാണ് ഈ ഞണ്ട് റോസ്റ്റ് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പോണേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം, എങ്ങനെയുണ്ട് കഴിക്കുമ്പോൾ എന്നുള്ളത് നോക്കാം. മതി 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 എന്ത് കൊടുത്താലും മതി 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 മതി. നന്നായിട്ടുണ്ട്, പക്ഷെ എന്താ കുറച്ച് എരിവ് കൂടുതലാണ്. എരിവ് കുറയ്ക്കാം. എരിവ് കുറയ്ക്കണല്ലേ? ഉപ്പുണ്ടോ? ആ. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറായിട്ട്. സൂപ്പറായിട്ടാ? മതി, സൂപ്പറായി മതി. ഒന്ന് ചിരിച്ചിട്ട് പറ നന്നായിട്ടുണ്ടെന്ന്. പിന്നെ
എന്തായാലും പൊരിച്ചു.